സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോള സഭയിൽ നിന്ന് കർത്താവിന് വഴിയൊരുക്കാമെന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാണ്. സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 17 തൊട്ടാണ് ഇങ്ങനെ. ഹെറോദോസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദോസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെറോദോസ് അവനെ ഭയപ്പെട്ടു, സംരക്ഷണം നൽകിപ്പോന്നു. അവന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദോസ് തന്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദിയായ്ക്ക് അനുകൂലമായ ഒരവസരം വന്നുചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദോസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചുകൊള്ളാം, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് പറഞ്ഞു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപകയോഹന്നാന്റെ ശിരസ്. അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപകയോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തന്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവരുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവന്റെ തല കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ച ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്നു പെൺകുട്ടിക്ക് കൊടുത്തു. അവളത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ ഇവിടെ കാണുന്ന ഒരു മേഖലയാണ്, അതായത് ഈ ഹെറോദോസിന്റെ പാപം, അതായത് സഹോദരന്റെ ഭാര്യയെ വിവാഹം, രാജാവായിരുന്നതുകൊണ്ട് സ്വന്തം സഹോദരന്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ട് അവളെ വിവാഹം കഴിക്കുകയാണ് ഹെറോദോസ് രാജാവ്. അത് വ്യഭിചാര കുറ്റമാണെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരമാണ് അയാൾ ചെയ്തത്. അത് തെറ്റാണെന്ന് ഈ സ്നാപകയോഹന്നാൻ രാജാവായിരുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത് ചെയ്തത് തെറ്റാണ്. വ്യഭിചാരമെന്ന ഒരു കുറ്റത്തിലൂടെ, വ്യഭിചാരമെന്ന ഒരു പാപത്തിലൂടെയാണ് ഹെറോദോസ് അത് പാപമാണെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ശിരസ്, തൻ്റെ ജീവൻ പോവുകയാണ്. ഈ ഹോസിയ പ്രവാചകൻ പറയുന്നത് ഇതൊരു ദുർഭൂതമാണെന്നാണ്. മനുഷ്യവർഗത്തെ ഇന്ന് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുർഭൂതമാണ് ഈ വ്യഭിചാരമെന്ന ദുർഭൂതമെന്ന പറയുക. ഹോസിയ 4-ാമത്തെ അധ്യായത്തിലും അതിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, എബ്രാഹിം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു, അവൻ മദ്യപന്മാരോടൊത്ത് കഴിയുന്നു, അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു, മഹിമയേക്കാൾ മ്ലേച്ഛത കാംക്ഷിക്കുന്നു, കാറ്റിൻ്റെ ചിറക് അവരെ തൂത്തെറിയും, തങ്ങളുടെ ബലിപീഠങ്ങളെക്കുറിച്ച് അവർ ലജ്ജിക്കും. 5-ാമത്തെ അധ്യായം ഹോസിയ, പുരോഹിതന്മാരെ കേൾക്കുക, ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുക, രാജകുടുംബമേ ശ്രവിക്കുക, നിങ്ങളുടെ മേൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. നിങ്ങൾ മിസ്പായിൽ ഒരു കെണിയും താബോറിൽ വിരിച്ച വലയുമായിരുന്നു. ഷിത്തിമിൽ അവർ ആഴമേറിയ കുഴി കുഴിച്ചു, അവരെ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും. എഫ്രായിമിനെ എനിക്കറിയാം, ഇസ്രായേൽ എന്നിൽ നിന്നും മറഞ്ഞല്ലിരിക്കുന്നത്. എഫ്രായിം, നീ പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമാണ്. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഇസ്രായേലിന്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. എഫ്രായിം തന്റെ തിന്മയിൽ തട്ടി വീഴും, യൂദായും അവരോടൊപ്പം കാലിടറി വീഴും. നമുക്കറിയാം ഈ വ്യഭിചാര ദുർഭൂതം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ പല കാര്യങ്ങളും നമ്മൾ ആരെയും വിധിക്കുകയല്ല, പക്ഷെ ഇതൊരു മേഖലയാണ്. അതിൽ
സാത്താൻ കുരുക്കിയിട്ട് തട്ടി വീഴുന്ന അനേക കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതത്തിലെ വൈകാരിക തലത്തിൽ ലൈംഗികമായ വികാരം പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. അത് ദൈവം നൽകിയതാണ്. അതായത് ഉൽപ്പത്തിയിൽ നമ്മൾ മനുഷ്യ സൃഷ്ടിച്ചപ്പോൾ വർദ്ധിച്ചു പെരുകുക എന്ന് പറഞ്ഞ് ഏദൻ തോട്ടത്തിന് പുറത്താക്കിയപ്പോഴും പറഞ്ഞത് സ്ത്രീക്ക് പുരുഷന്റെ മേൽ ആഗ്രഹമുണ്ടായിരിക്കും, പക്ഷേ പുരുഷൻ അവളെ ഭരിക്കും, വേദനയോടെ മക്കളെ പ്രസവിക്കും എന്നൊക്കെ. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കൾ ഈ ഭൂമിയിൽ ജനിക്കാനും മനുഷ്യവർഗത്തിൻ്റെ വംശപരമ്പര നിലനിർത്താനും വേണ്ടി ദൈവം നിക്ഷേപിച്ച ഒരു വികാരം തന്നെയാണ് ലൈംഗികത. പക്ഷെ അത് തിന്മ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കിന്ന് വിവാഹം എന്ന ഒരു കൂദാശയാണ് വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാ കൂദാശകളിലും നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. ദൈവമക്കൾ ജനിക്കാൻ വേണ്ടി, അല്ലെ ദൈവത്തിന്റെ മക്കൾ ജനിക്കാൻ വേണ്ടി പുരുഷനെ സ്ത്രീയെ ഒന്നിപ്പിച്ചിട്ട് ദൈവം അവരിലൂടെ, എപ്പോഴും പറയാറുണ്ട്, മനുഷ്യന്റെ പുരുഷബീജവും സ്ത്രീയുടെ അണ്ടവും ഒന്നായി തീരുമ്പോൾ അതിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം നിവേശിപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യക്കുഞ്ഞിന് ജീവൻ ആരംഭിക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ സഭാപ്രസംഗൻ 11:5 വചനപ്രകാരം. അപ്പം വിവാഹമെന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പുരുഷനും സ്ത്രീയും തമ്മിൽ ഭാര്യയും ഭർത്താവും എന്ന ടൈറ്റിൽ നൽകി മക്കൾ ജനിക്കുവാനായിട്ട് അവിടെ അവർ രണ്ടുപേരും ഒന്നിച്ചേരുമ്പോൾ, ഇന്നലെ കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചാണ്, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മത്തായിയുടെ 19 അവിടുന്ന് പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. അപ്പോൾ ഒരു വിവാഹത്തിൽ പുരുഷനും സ്ത്രീയും കുഞ്ഞുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് സംയോജിക്കുന്നത്. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പുരുഷനും സ്ത്രീയും കൂദാശയിലൂടെ ഒന്നിപ്പിച്ച നിയമപ്രകാരം വിവാഹം എന്ന കൂദാശയിലൂടെ ഒന്നിപ്പിക്കുമ്പോൾ ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കാൻ ദൈവം ഇടപെടണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചതാണ്. എന്നാൽ അവിടെ വിവാഹം അനുവദനീയമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ പരപുരുഷനുമായ അന്യ സ്ത്രീയുമായി അവർ ഒന്നിക്കുമ്പോൾ, ശാരീരികമായി ഒന്നിക്കുമ്പോൾ, ലൈംഗികമായി ഒന്നിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവല്ല, അവിടെ ദുരാത്മാവാണ് കടന്നു വരുന്നതെന്നും വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് അപകടകരമാണ്. അത് നാശത്തിലേക്ക് കൊണ്ടുപോകും. കുടുംബത്തെ മുഴുവനും തകർക്കുന്ന ഒരു വലിയ പ്രക്രിയയായിട്ടത് തീരുമെന്നാണ്. ഒരു ദുർഭൂതം തന്നെയാണ്. അല്ലെങ്കിൽ വിവാഹം എന്ന കൂദാശയിലൂടെ ഒന്നുചേർന്ന പുരുഷനും സ്ത്രീ ഒന്നാകുമ്പോൾ അവിടെ ദൈവം യോജിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവാണ് അവരിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ വിവാഹത്തിന് പുറത്ത്, അല്ലെങ്കിൽ വ്യഭിചാരം എന്നാണ് വാക്കുന്നത്, വഴിതെറ്റുക, ദൈവം പറഞ്ഞതിനപ്പുറം പോവുക, ഈ ലൈംഗിക വികാരത്തെ കൂദാശയുടെ അല്ലെങ്കിൽ വിവാഹമെന്ന ആ പ്രക്രിയയുടെ ഉള്ളിലല്ലാതെ അത് പുറത്താകുമ്പോൾ, അന്യസ്ത്രീയും അന്യപുരുഷനുമായിട്ടാകുമ്പോൾ അത് ദുരാത്മാവാണ്, വ്യഭിചാര ദുർഭൂതം തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നാണ്. നമ്മളതേക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒരു ലേഖനം 1 കൊരിന്തോസിലെ 6-ാമത്തെ അധ്യായം, അവിടെ ഇങ്ങനെ തുടങ്ങുന്ന ഇങ്ങനെയാണ്: എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. 1 കൊരിന്തോസ് 6:12 ഇത് വായിച്ചത്. ഇപ്പം എല്ലാം എനിക്ക് നിയമാനുസൃതം, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് പറയാണ് 13 ഒടുവിൽ, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവ് ശരീരത്തിനു വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ ഇടയ്ക്കൊക്കെ നമ്മൾക്ക് ചിന്തിച്ച ദിവസങ്ങളൊക്കെ ഭൂമിയിലെ നമ്മളുടെ ജീവിതം നിത്യതയിലേക്ക് നമ്മളെ ദൈവം വീണ്ടെടുക്കുന്നൊരു പ്രക്രിയയാണ് ജീവിതം. പ്രത്യേകിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ പരസ്പരം സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള പ്രക്രിയയാണ്. അതായത് ഭാര്യ ഇന്നലെ ചിന്തിച്ച് വിശുദ്ധനായ അഗസ്തീനോസ്, തലേദിവസം അനുഭവിച്ച് നമ്മുടെ വിശുദ്ധിയായ മോനിക്ക, അവിടെയൊക്കെ ചിന്തിച്ച് ഒരാളുടെ വിശുദ്ധിയിലൂടെ മറ്റൊരാളെ കൂടെ നേടി സ്വർഗത്തിൽ എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ്. മോനിക്കായുടെ ഭർത്താവ് അന്യസ്ത്രീകളുമായി എപ്പോഴും സംബന്ധിച്ചിരുന്ന വ്യഭിചാരത്തിൽ മുഴുകിയിരുന്ന ഒരു പുരുഷനായിരുന്നു. അത് ജീവിതത്തിന്റെ സഹനമായി
അദ്ദേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഉപേക്ഷിക്കാതെ കർത്താവിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനസാന്തരവും, അതിനുശേഷം അങ്ങനെ ആ ഭർത്താവിൽ നിന്നുണ്ടായ മകൻ, അവനും അതുപോലെ തന്നെ അഗസ്റ്റിൻ ഒരു വ്യഭിചാരണം ചെയ്യുന്നവനായിട്ട് മാറി. അവന് വ്യഭിചാരിണിയായ ഒരു സ്ത്രീയുമായി അല്ലെങ്കിൽ ഒരു വേശ്യാ സ്ത്രീയുമായി അവള് ഗർഭം ധരിച്ചൊരു കുഞ്ഞു പോലും ഉണ്ടായി. വിവാഹത്തിനൊക്കെ പുറത്താണ്, വിവാഹമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന അഗസ്റ്റിനാണ് ഈ അമ്മയുടെ വിശുദ്ധിയിലൂടെയുള്ള പ്രാർത്ഥനയിലൂടെ കണ്ണുനീരിലൂടെ സെയിന്റ് അഗസ്റ്റിനാണ് ആയി മാറി. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, സഭ ഇന്നലെ ഓർത്തതായിരുന്നു. ഇന്ന് നമ്മൾ യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദുർഭൂതം വ്യഭിചാരത്തിന് ദുർഭൂതമായിരുന്നു എന്ന് പറയുമ്പോൾ, ലോകത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന തിന്മയെ മനുഷ്യനിലെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന വലിയൊരു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്ന് വചനം പറയുന്നുണ്ട്. ധനമായി കഴിയുമ്പോൾ പിന്നെ എന്തുമാകാം, പേരും പ്രശസ്തിയായി കഴിയുമ്പോൾ എന്തുമാകാം. രാജാവിന് ആരെയും പേടിക്കാൻ രാജാവ്. ചില സഭകൾ ഭൂമി നമുക്കറിയാം, ഇംഗ്ലണ്ടിലെ സഭ, ഞാനത് വേറെ രീതിയിൽ പറയല്ലോ കേട്ടോ. ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയിൽ ഇന്നത്തെ രാജാവ്, ഇംഗ്ലണ്ടിലെ രാജാവ് കത്തോലിക്കനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടത്, സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കും, അവളെ വിവാഹം ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ട് മാർപ്പാപ്പായോട് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു അത് നടക്കില്ല, അത് വ്യഭിചാരമാണ്, നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് എനിക്ക് സഭയൊന്നും വേണ്ട, എനിക്ക് മാർപ്പാപ്പയുടെ കീഴിൽ നിൽക്കണം, ഞാൻ സ്വന്തമായിട്ട് ഇംഗ്ലണ്ടിലെ രാജാവായിരിക്കും, ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ തലവൻ എന്ന് പറഞ്ഞുകൊണ്ട് വേർപിരിഞ്ഞു പോയി. നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ തലവൻ ഇന്ന് മാർപ്പാപ്പയാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ വേറൊരു സഭയുണ്ടായി, രാജാവ് സഭയുടെ തലവനായിട്ട്. അങ്ങനെ ഒരു കാരണം എന്താ, വ്യഭിചാര ദുർബോധം ഉള്ളിൽ കടന്നുകൊണ്ട് അന്യ സ്ത്രീയെ, ഭാര്യയല്ലാത്ത വേറൊരു സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ചെന്ന് മാർപ്പാപ്പ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അനുവദിക്കാത്തത് സഭ തെറ്റാണ്, അത് വ്യഭിചാരമാണ്, പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു രാജ്യം തന്നെ വിഭജിക്ക് പോയ സംഭവം, ഒരു വലിയ ദുർഭൂതത്തിന്റെ പ്രവൃത്തി, അവിടെ ദുരാത്മാവെന്ന് വേണം പറഞ്ഞു. അപ്പൊ ഇവിടെ പൗലോസിനെ ഓർപ്പിക്കുകയാണ്, 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്, വളരെ ശ്രദ്ധിക്കുക. കാരണം ഇതിന് തിരിച്ചടി ഉണ്ടാകും എവിടെയെങ്കിലും, നമ്മളുടെ ജീവിതത്തിലായിരിക്കാം. അനുദപിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ദാവീദ് വ്യഭിചാരം ചെയ്തിട്ട് ബേത്ശേബ എന്ന സ്ത്രീയെ, അവൾ വിവാഹിതയായിരുന്നു, അവളുടെ ശരീര സൗന്ദര്യം കണ്ടുകൊണ്ട് അവളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് അവളെ നിർബന്ധിച്ച് അവളുമായി ശയിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ ഗർഭം ധരിച്ചു ദാവീദിന്റെ കുഞ്ഞിനെ. അവൾ രാജാവിനെ വിവരം അറിയിക്കുകയും വിവരം അറിഞ്ഞപ്പോൾ രാജാവ് ആകപ്പാടെ പരിഭ്രാന്തനായി. ഒരു തെറ്റ് മറയ്ക്കാനായിട്ട് വേറെ എന്തെല്ലാം തെറ്റുകളാണ്. അപ്പോൾ ഈ ദാവീദ് രാജാവ് അവളുടെ ഭർത്താവിനെ യുദ്ധക്കളത്തിൽ നിന്നും വിളിപ്പിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പറയാം, നീ ഇന്ന് നിനക്കൊരു ഒഴിവ് തന്നിരിക്കുകയാണ്, പോയി ഭാര്യയുടെ കൂടെ വീട്ടിൽ ശയിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം പോയില്ല. ആദ്യത്തെ ദിവസം പോയില്ല, രണ്ടാമത്തെ ദിവസം അവനെ കള്ളു കുടിപ്പിച്ചിട്ട് അവൻ പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ അവൻ പോയില്ല. അവൻ പറഞ്ഞിങ്ങനെയാണ്, ഞങ്ങൾ യുദ്ധം നടക്കുകയാണ് അവിടെ, ആ സമയത്ത് ഞങ്ങളുടെ ഭാര്യമാരുമായിട്ട് ഞങ്ങൾ ചേരാറില്ല, കാരണം യുദ്ധത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവിന് ദാവീദിന് മനസ്സിലായി ഈ പദ്ധതി നടപ്പാകില്ല, ഇവന്റെ ഗർഭത്തിലുള്ള ഈ ബത്ശേബയുടെ ഉദരത്തിലുള്ള കുഞ്ഞ് അവളുടെ ഭർത്താവാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് രാജാവ് ഇതിനൊക്കെ ശ്രമിച്ചത്. അവന് തയ്യാറാകാതിരുന്നപ്പോൾ തീരുമാനം, അവൻ ഭർത്താവ് മരിച്ചാൽ അവളെ വേണം വിവാഹം കഴിയും. ഇന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഭർത്താവിനെ മനഃപൂർവ്വം കൊല്ലിക്കുകയാണ്, യുദ്ധരംഗത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിക്കണം എന്ന് പറഞ്ഞ് ദാവീദ് തന്നെ ഒരു കത്തെഴുതി അത് സീൽ ചെയ്ത് ഇവന്റെ ബത്ശേബയുടെ ഭർത്താവിൻ്റെ കയ്യിലും കൊടുത്തുവിടുകയാണ്. അങ്ങനെ സംഭവിച്ചു. അവൻ മനഃപൂർവ്വം വധിക്കപ്പെട്ടു. അവളുടെ ഭർത്താവിനെ കൊന്നിട്ട് ദുഃഖാചരണമോ കഴിഞ്ഞപ്പോൾ രാജാവ് ബത്ശേബയെ കല്യാണം കഴിക്കുകയാണ്. അവിടെയാണ് ആ ദാവീദിനോട് നാഥാൻ പ്രവാചകനെ അയച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, നീ എന്താണ് ഈ ചെയ്തത്? നിനക്കെല്ലാം ഞാൻ തന്നു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കാതെ നിന്റെ സ്വന്തം ഇഷ്ടമോ നിന്റെ ഭവനത്തിൽ നിന്ന് വാളൊഴുകുകയില്ല എന്ന്. അതിനുള്ളവരെ ഇത് പറഞ്ഞു തന്നത് ദൈവികമായ ദൈവനിശ്ചയം. കാരണം ദൈവത്തിൻ്റെ മക്കൾ ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ചേർന്ന ഒരു തലമുറ, വരും തലമുറ ദൈവത്തെ അറിയുന്ന ദൈവത്തിൻ്റെ മക്കളായി.
സംഗീതം 127 പലപ്പോഴും തിരിച്ചാണ്. ഉദരഫലം ഒരു സമ്മാനം, മക്കള് ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, അങ്ങേറ്റം ജാഗരൂകത പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, കണ്ണുകളെ, നോട്ടങ്ങളെ, ചിന്തകളെ ഒക്കെയും നമ്മൾ വളരെ ശ്രദ്ധയോടെ നിയന്ത്രിക്കേണ്ട ഒരു മേഖലയാണ്. ദുർഭൂതത്തിന്റെ അടിമത്തിൽ പോയി കഴിഞ്ഞാൽ ദാവീദിന് നമുക്കറിയാം എന്താ സംഭവിച്ചത്. നമുക്കറിയാം ദാവീദിന്റെ തന്നെ ഒരു മകന് വേറൊരു മകളെ ബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ മകളുടെ സഹോദരനായ സഹോദരൻ മറ്റു ബലാത്സംഗത്തിനെ വെട്ടിക്കൊന്നു. അവസാനം ഈ ദാവീദിനെ അധികാരത്തിന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഈ അബ്സലോം എന്ന് പറഞ്ഞ കൊല്ലപ്പെട്ട സഹോദരിയുടെ ആങ്ങളയായ അവനാണ് മറ്റവനെ കൊന്നത്. അവൻ രാജാവിന് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി രാജാവിനെ ഓടിക്കുകയാണ്. കുതിരപ്പുറത്ത് രാജാവ് പോകുമ്പോൾ രാജാവിനെ ഓടിച്ചിട്ട് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവന് പോകുന്ന വഴിക്ക് അവൻ്റെ നീണ്ട മുടി മരക്കൊമ്പിൽ ഉടക്കി അവൻ മരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോൾ രാജാവ് അറിയാതെ തന്നെ രാജാവിൻ്റെ സൈന്യാധിപൻ വന്ന് ഈ അബ്സലോമിനെ വെട്ടിക്കൊന്നു. നോക്കണം, ഒരു വ്യഭിചാരത്തിന്റെ ദുർഭൂതം ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു. അനുദപിക്കുന്നില്ലെങ്കിൽ, പക്ഷെ ദാവീദ് പിന്നീട് അനുദപിച്ചു. നമുക്കറിയാം പിന്നീട് ദാവീദ് അനുദപിച്ചു. പക്ഷെ ആ ദാവീദിന് ആ ബത്ശേബ എന്ന ആ സ്ത്രീയിൽ നിന്നുമാണ് സോളമനെ പോലും ദൈവം കൊടുത്തത്. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ സഹനങ്ങളും ദുരിതങ്ങളും വരുത്തി വയ്ക്കുന്ന ഒരു മേഖലയാണ് ഈ വ്യഭിചാരമെന്ന പാപം. ഇത് പൗലോസ് അതേക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണമെന്നാണ് നമ്മൾ വളരെ ലാഘവത്തോടെ പലപ്പോഴും ചിന്തിക്കുന്നല്ലേ. വളരെ ലാഘവത്തോടെ പൗലോസിൽ പറയുന്നതാണ് 1 കൊരിന്ത്യർ 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തീയതയിലെ കൂടെ പറയാണ് കേട്ടോ. മാമോദിസ സ്വീകരിച്ച് ക്രിസ്തീയമായി കുടുംബജീവിതം നയിക്കുന്ന ഒരു ഭാര്യയുടെ ശരീരം കർത്താവിൻ്റെതാണ്, ഒരു ഭർത്താവിൻ്റെ ശരീരം കർത്താവിൻ്റെതാണ്. ഇത് വളരെ വ്യക്തമായി പറയാം. അതായത് നമ്മൾ മലാക്കി പറഞ്ഞത് നിങ്ങളുടെ മണവറ മലിനമാകാതിരിക്കട്ടെ. ഏദൻ തോട്ടത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെയാണ് വിവാഹമെന്ന കൂദാശികളുടെ ഒന്നിച്ചേർന്ന ഭാര്യയും ഭർത്താവും ശയിക്കുന്ന ഒന്നിച്ചാകുന്ന ആ മണവറ കർത്താവ് കടന്നു വരുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കർത്താവിന്റെ ചൈതന്യം ആ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ആ ഭ്രൂണത്തിലേക്ക് നിവേശിപ്പിക്കുന്ന നമ്മുടെ ബലിപീഠത്തില് ആ അപ്പവും വീഞ്ഞും കാഴ്ചവെക്കുമ്പോൾ ബലിയായി തീരുന്ന ഇറങ്ങി വരുന്ന ദൈവം തന്നെയാണ് ആ മണവറയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നിക്ഷേപിച്ച ബീജവും രണ്ടും ഒന്നായി അതിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം വിവാഹമെന്ന കൂദാശികളുടെ ഒന്നായി തീരുന്ന കുടുംബ ജീവിതത്തില് ദൈവം ഇറങ്ങി വന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു പ്രക്രിയയാണ് ആ മണവറ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അതങ്ങനെ ചിന്തിച്ചിട്ട് പോലും കാണില്ല. അതാണ് മലാക്കി പറഞ്ഞത്, മണവറ മലിനമാകാതിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്തത കാണിക്കരുത്, വിശ്വസ്തയായിരിക്കണം. അത് ഭാര്യയോടും ഭർത്താവിനോടും. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. യേശു പോലും സമരിയാക്കാരി അല്ലേ ചിലക്ക് ചിന്തിച്ചതാണ്. നിന്റെ ഭർത്താക്കന്മാരെ എന്നല്ല, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക, നിന്റെ യൗവനത്തിലെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. മലാക്കി പറയുന്നുണ്ടല്ലോ 2 ഒരു ചെറുപ്പക്കാരൻ ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് കരഞ്ഞ് കണ്ണുനീര് വെക്കണം. എൻ്റെ ജീവിതം തകർന്നു പോയി, ആകപ്പാടെ എന്തിനാണ്? അവിടെ മലാഖിയിൽ ചോദിക്കുകയാണ് കർത്താവ് ചെറുപ്പക്കാരനോട്, നിനക്ക് ഞാൻ യൗവനത്തിൽ ആ ഭാര്യയായിട്ടുന്ന ആ പെൺകുട്ടിയുമായുള്ള അവളോട് നീ എന്തിനാണ് അവിശ്വസ്തത കാണിച്ചത്? നീ വിവാഹം കഴിച്ചിരിക്കെ നീ വേറൊരു സ്ത്രീയുടെ പിന്നാലെ പോയി അവിശ്വസ്തത കാണിച്ചത് എന്തുകൊണ്ടാണ്? നിന്റെ കണ്ണുനീര് ഞാൻ കാണും. പക്ഷേ ഞാനും നീയും തമ്മില് അല്ലേ, ഇന്ന് നമുക്ക് വേണ്ട പറയാം, നമ്മൾ വിവാഹ സമയത്ത് ബൈബിളിൽ 2 പേരും കൂടെ കൈവച്ചാണ് മരണം വരെയും സുഖത്തിലും ദുഃഖത്തിലും അല്ലേ, ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾ ഇരുവരും ഒന്നായിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞാൽ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഒന്നായിരുന്നു കൊള്ളാമെന്ന ഒരു ഉടമ്പടിയാണ് നമ്മൾ വിവാഹം. ഈ ഒരു ഉടമ്പടിയാണ് പലപ്പോഴും നമ്മൾ ലംഘിക്കുന്നത്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ നമ്മളിത് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇന്നലെയൊക്കെ ചിന്തിച്ചു അവിശ്വാസിനിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവിലൂടെയും 7 അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസമുള്ള ഭാര്യയിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ സ്ഥിതിയിൽ നിങ്ങളുടെ മക്കൾ വിശുദ്ധരത്രേ, അല്ലെങ്കിൽ അവർ അശുദ്ധരാകുമായിരുന്നു എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്.
അല്ലെങ്കിൽ 1 തെസ്സലോനിക്ക 4 പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാ അസന്മാർഗീയതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവിൻ. നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശരീരം ദൈവത്തിന് വന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ദൈവം കടന്നു വരാനുള്ള ഒരു ആലയമാണ് ശരീരം. ഇതാണ് പൗലോസ് ഓർപ്പിച്ചത്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ ഒരിക്കൽ എന്ന് പറയുമ്പോൾ, വിവാഹമെന്ന കൂദാശയിലൂടെ അല്ലാത്ത ഒരു പുരുഷൻ വിവാഹമെന്ന കൂദാശയിലൂടെ അല്ലാതെ ഒരു സ്ത്രീയുമായി സംബന്ധിക്കുമ്പോൾ ഒരു വേശ്യയുമായി സംബന്ധിക്കുന്നത് പോലെയാണ്. വേശ്യയുമായി വ്യക്തമായി പറയണം, 1 കൊരിന്തോസ് 6:16, വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? ഇത് പറയുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് എന്താ വെച്ചാൽ, ഏക ശരീരം എന്ന് പറയുമ്പോൾ വെറും ലൈംഗികമായ ശരീരമല്ല, ആത്മാവ് ഒന്നായി തീരുകയാണ് അവിടെ. ഏക ആത്മാവായി, അതായത് ആത്മാവും മനസ്സും ശരീരവും ഒന്നായി തീരുന്നൊരു പ്രക്രിയയാണ് ലൈംഗിക വേഴ്ച. ഒരു പുരുഷനിലൂടെ ആ കുഞ്ഞിലേക്ക് ദൈവം ആത്മാവിനെ നിവേശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവത്തിന്റെ ആത്മാവാണ് പുരുഷനിലൂടെ ആ സ്ത്രീയിലേക്ക് വന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ആ ഫീറ്റസിനിലേക്ക് ദൈവിക ചൈതന്യം പകർന്നു കൊടുക്കാനുള്ള ഒരു പ്രക്രിയയാണ്. ദൈവം ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അതിനാൽ പുരുഷന്റെ ശിരസ് ക്രിസ്തു ആയിരിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെ മക്കളുടെ വിശുദ്ധിയുമായി ചിന്തിക്കുമ്പോൾ എന്ന് പറയാണ്, വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളുമായി ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഒന്നായി തീരണം എന്ന് പറയുമ്പോൾ, ആ വേശ്യയുടെ ഉള്ളിലുള്ള എല്ലാ ദുരാത്മാവിനെയും സ്വീകരിക്കുകയാണ്, ഇങ്ങോട്ട് ഒരാത്മാവായി തീരുകയാണ്. ആ വേശ്യയുടെ ഉള്ളിൽ എന്തുമാത്രം ദുരാത്മാക്കളുണ്ടോ ആ ദുരാത്മാക്കളെയാണ് ഈ പുരുഷൻ സ്വീകരിക്കുന്നത്. ആത്മാക്കളെ കൈമാറ്റം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിവാഹമെന്ന കൂദാശയിലുള്ള പരിശുദ്ധാത്മാവിന്റെ കൈമാറ്റമാണ് അവിടെ നടക്കുന്നത്. ദൈവസ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. മണവറ മലിനം, അത് ബലിവേദിയാണ്, കർത്താവിന്റെ സാന്നിധ്യമാണ് അവിടെ. ദൈവം യോജിപ്പിച്ചതാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ് ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ളത്. ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ള ആഗ്രഹം അത് ദൈവം ഇട്ടിരിക്കുന്നതാണ്. ദൈവത്തിന് ഈ ഭൂമിയിൽ തലമുറ നിലനിൽക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്, അല്ലേ? ഒരു സ്ത്രീയുടെ ഉള്ളിൽ പുരുഷന്മാരെ മക്കളിലാ കുഴപ്പമൊന്നും പറയും, പക്ഷെ സ്ത്രീയുടെ ഉള്ളിൽ ഒരു കുഞ്ഞില്ലെങ്കിലുള്ള ദാഹം അത് ദൈവത്തിന്റെ ദാഹമാണ്, ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതാണ്. അത് മലിനം, അല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവ് കൂദാശയിലൂടെ കടന്നു വന്ന, അല്ലെങ്കിൽ വിവാഹത്തിന്റെ ലൈസൻസ്, വിവാഹിതരായത് നമ്മൾ ക്രിസ്തീയതയിൽ നമ്മൾ ആ രീതി പറയാം, അല്ലെങ്കിൽ അത് നിയമാനുസൃതമായിട്ടുള്ള രീതിയിൽ എല്ലാവരിലും ഉണ്ടത്. അവിടെ ദൈവമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. എന്ന് പറയാണ്, വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരും, നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. വീണ്ടും ഓർപ്പിക്കുകയാണ്, ഒരാത്മാവും ഒരു മനസ്സും ഒരു ശരീരവും. അപ്പൊ കൈമാറ്റം, ആത്മീയ കൈമാറ്റം. ആ വേശ്യയിലുള്ള സകല അശുദ്ധാത്മാക്കളെയും ആ പുരുഷനിലേക്ക് സ്വീകരിക്കുക. എന്താ കുഴപ്പം? ആ പുരുഷന്റെ ഉള്ളിലുള്ള ദുരാത്മാവ് ഇനി ഭാര്യയുമായി വേഴ്ച നടത്തുമ്പോൾ അവളിലേക്ക് ഈ ദുരാത്മാവിനെയാണ് കൈമാറുന്നത്. പരിശുദ്ധാത്മാവിനെ കൊടുക്കേണ്ടതിന് പകരം അന്യസ്ത്രീയുമായി വേഴ്ച നടത്തിയ പുരുഷന്റെ ഉള്ളിലുള്ള അശുദ്ധാത്മാക്കളാണ് ഈ ഭാര്യയിലേക്ക് കൈമാറുന്നത്. ഇത് കുടുംബജീവിതങ്ങൾ തകർന്നത്, മക്കൾ അശുദ്ധരാകുന്നതിന് ഒരു കാരണം അതാണ്. ഇത് ആത്മീയമായ ഒരു മേഖലയാണ്. എന്നിട്ട് വരുന്ന പൗലോസ് പറഞ്ഞു 1:6-17 വചനം എന്താ പറഞ്ഞേ? കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. ദൈവം യോജിപ്പിച്ച ബന്ധത്തില് ഭാര്യയും ഭർത്താവ് ഒന്നായി തീരുമ്പോൾ കർത്താവുമായി ഒന്നായി തീരുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. ആണ് ഞാൻ പറഞ്ഞത്, ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ള ആ സ്ത്രീയുടെ ആഗ്രഹത്തിലൂടെ, അല്ലെ ഭാര്യയും ഭർത്താവ് ഒരു കുഞ്ഞുണ്ടാകുന്ന ആഗ്രഹത്തിലൂടെ, അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. നിങ്ങൾ വർദ്ധിച്ചു പെരുക, ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുക എന്ന് ദൈവം പറഞ്ഞ ആ വചനത്തിന്റെ പ്രവർത്തനമാണ് അവിടെ. അപ്പോൾ ദൈവവുമായി, അല്ലെങ്കിൽ കർത്താവുമായി സംയോജിക്കുന്നവൻ, അല്ലെങ്കിൽ വിവാഹം എന്ന കൂദാശയിലൂടെ പുരുഷനും സ്ത്രീയിലും പരിശുദ്ധാത്മാവിന്റെ ആലയമായി നിൽക്കുമ്പോൾ അവിടെ ദൈവമാണ് ഒന്നായിത്തീരുന്നത്. അവിടെ ദൈവത്തിന്റെ കുഞ്ഞ് ജനിക്കുകയാണ് അവിടെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ.
കർത്താവുമായി സംയോജിക്കുന്നതിന് അവിടുത്തോടെ ഏക ആത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്നും ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിനു വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നു. പൗലോസ് പറഞ്ഞില്ലേ, പുരുഷൻ ഭാര്യയെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കട്ടെ. അതായത് ഭാര്യ ഭർത്താവിന്റെ ശരീരമാണ്, ഭാര്യ ഭർത്താവിൻ്റെതും ഭർത്താവ് ഭാര്യയുടെയും ശരീരമാണ്. അവിടെ ദൈവത്തിന് പ്രവർത്തി, ദൈവത്തിന്റെ ബലിവേദിയാണത്. അവിടെയാണ് പറഞ്ഞത്, വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരെ, എന്നാൽ സ്വന്തം ജീവിത പങ്കാളിക്കെതിരെ പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നിങ്ങളിൽ വസിക്കുന്ന ദൈവം തന്ന നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇത് വലിയൊരു മേഖലയാണ്. നമ്മുടെ ശരീരം വിശുദ്ധമായി ദൈവം പള്ളിയിലെ കുർബാന അർപ്പിക്കുന്ന ബലിപീഠം പോലെയാണ്. എൻ്റെ ശരീരം, എൻ്റെ ഭാര്യയുടെ ശരീരം എല്ലാം നമ്മളത് വ്യക്തമായി നമ്മൾ അറിയണം. ഇത് പിശാചിന് ബലിയർപ്പിക്കാനുള്ള ബലിപീഠമല്ല. പരിശുദ്ധാത്മ ദൈവം വന്ന് ഒന്നായിത്തീരുന്ന, അത് വലിയ അതാണ് വിവാഹം ഒരു കൂദാശ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്, സംസർഗമാണ് ഈ വിവാഹ ബന്ധം, വിവാഹ ജീവിതമൊക്കെ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ ഈ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഈ വ്യഭിചാരം എല്ലാം പുറത്തു വരികയാണ്. എന്താ? ദൈവം നീതിമാനാണ്, ആരെയും വിധിക്കുകയല്ല മനുഷ്യൻ. ഒരു സാത്താന്റെ വഞ്ചനയിൽപ്പെട്ട് ആ വ്യഭിചാര ദുർബോധം, ഹോശിയ പറഞ്ഞതുപോലെ വ്യഭിചാരത്തിന്റെ ദുർബോധം മനുഷ്യനെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് മനുഷ്യനെ ആത്മാവിലെ ദൈവത്തിൻ്റെതാക്കി മാനസാന്തരത്തിലേക്ക് വരുവാൻ വേണ്ടി മറിഞ്ഞിരിക്കുന്ന ഒന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. നിങ്ങൾ രഹസ്യമായി മുറിയിൽ ചെവിയുടെ ഉള്ളിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. ഇന്ന് എവിടെയെല്ലാം വാർത്താ മാധ്യമങ്ങളിലും TV ചാനലുകളിലൊക്കെ ലോകം മുഴുവൻ എല്ലാവരും പ്രഘോഷിക്കും. ഇതെല്ലാം ദൈവവചനത്തിന്റെ നിറവേറലാണ്. ആരെയും അപമാനിക്കാനല്ല, മാനസാന്തരത്തിലേക്ക് വരുവാനുള്ള ഒരു വിളിയാണ് ദൈവം എല്ലാവർക്കും ഉണ്ട്. ഇത് പറഞ്ഞല്ലോ, ഹോശിയ പറഞ്ഞ രാജാവും മന്ത്രിയും പുരോഹിതനും പാവപ്പെട്ടവനും എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം പുറത്തു വരും എന്നെങ്കിലും. അവിടെ അപമാനിതരാകാതിരിക്കാൻ, അവിടെ മാനസാന്തരം ദൈവത്തിന് മുമ്പിൽ അടിയറ വെക്കാൻ, ഇനിമേൽ ആ വഴി ഞാൻ പോകില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അറിവില്ലായിരുന്നു അല്ലേ? അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. അപ്പോസ്തലർ 17 നമ്മൾ വായിക്കുന്നുണ്ട്, 27-30 വരെ. പശ്ചാത്തപിക്കണമെന്ന് അവിടെ നമ്മോട് ആജ്ഞാപിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളെ ദൈവമക്കളാക്കാൻ കുദാശിയായി ഭൂമിയിൽ ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഉള്ളങ്ങളെ ദൈവത്തിന്റെ ആലയങ്ങളായി ഞങ്ങൾ ദൈവികമായി പരിശുദ്ധി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളോടൊത്തായിരിക്കുന്ന ഞങ്ങളെ കുദാശിയിൽ ഞങ്ങളെ ദൈവകൃപയിൽ നിർത്തുന്ന ദിവ്യകാരുണ്യ നാഥനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.